നമസ്കാരം. യൂണിക് സെക്യൂരിറ്റി സിസ്റ്റംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയൊരു DVRനെ കുറിച്ചിട്ടാണ്. സാധാരണ മാർക്കറ്റിൽ കണ്ടുവരുന്ന DVRിൽ നിന്നും തികച്ചും വ്യത്യസ്തമായതുകൊണ്ടാണ് ആ DVRെ കുറിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷനായിട്ട് വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്, തികച്ചും ട്രെയിനിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന HIKVISION എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഈ സീരീസിൽ വരുന്ന ഒരു DVR ആണ്. പാക്കിംഗ് ഒക്കെ വളരെ ചെറുതാണ്. അപ്പോൾ പാക്കിംഗ് ചെറുതായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും DVRൻ്റെ വലുപ്പവും ചെറുത് തന്നെ ആയിരിക്കും. വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ് DVR ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ DVR. അപ്പോൾ HIKVISIOൻ്റെ നല്ല മനോഹരമായിട്ടുള്ളൊരു ബ്രാൻഡിങ് ഒക്കെ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. മെറ്റൽ ബോഡിയാണ്. സാധാരണ HIKVISION ചെറിയ DVR പ്ലാസ്റ്റിക് ബോഡിയിലാണ് വന്നുകൊണ്ടിരുന്നത്, പക്ഷേ ഇത് മെറ്റൽ ബോഡി DVR ആണ്. ഇവിടെ ഒരു എക്സ്ഹോസ്റ്റ് ഫാനൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ചൂട് മെറ്റൽ ബോഡി ആയതുകൊണ്ട് തന്നെ ഹീറ്റ് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് പുറത്തേക്ക് തള്ളുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ഹോസ്റ്റ് ഫാനൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിനെ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്യിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈസാണ് നമ്മൾ ഇതിനെ പെട്ടെന്ന് ഈ ഒരു DVRൽ നമ്മളെ ശ്രദ്ധിക്കപ്പെടുന്നത്. ഓക്കെ, സൈസ് കുറവാണെങ്കിലും ഇതൊരു 4 ചാനൽ DVR ആണ്. വേറെ കുറവുകളൊന്നും ഈ DVRനില്ല. 4 വീഡിയോ കണക്ട് ചെയ്യാനുള്ള വീഡിയോ പോർട്ട് ഉണ്ട്. നമുക്ക് കാണാനായിട്ട് TVയിൽ കണക്ട് ചെയ്യാൻ ഒരു HDMI പോർട്ട് ഉണ്ട്. അതോടൊപ്പം ഒരു VGA പോർട്ട് ഉണ്ട്. സാധാരണ എല്ലാ DVRലും വരുന്നത് പോലെ തന്നെ 2 USB പോർട്ട് ഉണ്ട്. 10/100ൻ്റെ ഒരു LAN പോർട്ട് ഉണ്ട്. പിന്നെ DVRന് പവർ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പവർ സ്ലോട്ടും ഉണ്ട്. അതിന് പുറമെ നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് ഇൻഡിക്കേഷനൊക്കെ വരുന്നുണ്ട് കേട്ടോ. പവറിൻ്റെ ഒരു ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. സ്റ്റോറേജിൻ്റെ ഹാർഡ് ഡിസ്കിൻ്റെ ഒരു ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലാൻ്റെ ഒരു ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. സാധാരണ HIKVISIOൻ്റെ DVRൽ വരുന്ന അതേ 3 ഇൻഡിക്കേഷൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. വളരെ നൈസായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ DVR ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ESSD ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ റെക്കോർഡിംഗ് നടക്കുന്നത്. സാധാരണ നമുക്ക് SSDയുടെ ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കുന്ന DVR വരുന്നത് മൊബൈൽ DVRലാണ് നമ്മൾ SSDയുടെ ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കുന്നത്. SSDയുടെ ഹാർഡ് ഡിസ്കിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ നോർമൽ ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്കിനെ അപേക്ഷിച്ചിട്ട് നല്ല പെർഫോമൻസ് ആയിരിക്കും. ഹാങ്ങിങ് ഇഷ്യൂസ് വളരെ കുറവായിരിക്കും. പക്ഷേ ഇത് SSD ടൈപ്പും അല്ല, ESSD ആണ്. അതായത് ഇംബിൾട്ടായിട്ട് വരുന്ന ഹാർഡ് ഡിസ്ക് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇംബിൾട്ടായിട്ട് വരുന്ന ഹാർഡ് ഡിസ്ക് ആണ്. ഇതിൽ 4 മെഗാപിക്സലിൻ്റെ ക്യാമറ വരെ കണക്ട് ചെയ്യാൻ പറ്റും എന്നാണ് അവരുടെ സ്പെസിഫിക്കേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ 4 പോർട്ടിലും ഓഡിയോ കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഓഡിയോ റെക്കോർഡിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ ചേഞ്ചസ് വരുത്തിയാൽ മാത്രമേ റെക്കോർഡിംഗ് നടക്കത്തുള്ളൂ. ഡിഫോൾട്ടിൽ വീഡിയോ മാത്രമാണ് റെക്കോർഡിംഗ് നടക്കുന്നത്. അപ്പോൾ കണ്ടോ, സൈസ് കണ്ടോ. ഇതിനെ ഞാൻ കുഞ്ഞൻ DVR എന്ന് വിളിക്കാൻ കാരണം നമ്മുടെ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ അത്ര മാത്രമേ വലിപ്പമുള്ളൂ. ഒരു ഹാർഡ് ഡിസ്ക് എടുത്ത് നമ്മളിതിൻ്റെ മുന്നിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് DVR കാണാൻ കഴിയില്ല. വളരെ ചെറിയ സ്പേസ് മതിയാവും ഈ DVR ഇൻസ്റ്റാൾ ചെയ്താൽ ഫിക്സ് ചെയ്യാനായിട്ട്. വളരെ ചെറിയ സ്പേസ് മതിയാവും. അപ്പോൾ എനിക്ക് എപ്പോഴും ഇതിനെ കുഞ്ഞൻ DVR എന്ന് വിളിക്കാനാണ് ഒരു ഇൻട്രസ്റ്റ് അല്ലേ. ഒരു കുഞ്ഞൻ DVR ആണ്. കുഞ്ഞൻ DVR 4 മെഗാപിക്സൽ ക്യാമറ വരെ എടുക്കും. 4 ചാനലിലും ഓഡിയോ സപ്പോർട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ സാധാരണ നമ്മുടെ HIKVISIOൻ്റെ DVRലുള്ള സെറ്റിങ്സും മൊബൈൽ ആപ്ലിക്കേഷൻ എല്ലാം തന്നെയാണ്. HIKconnect തന്നെയാണ് ഇതിൻ്റെയും മൊബൈൽ ആപ്ലിക്കേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇനി ഇതിനകത്ത് പോവാം. എന്തുകൊണ്ടാണ് DVR ഇത്രയും ചെറുതായിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ DVRനകത്ത് വരുന്ന സംഭവം. കാരണം സാധാരണ നമ്മുടെ DVRന് ഒരു PCB ഉണ്ടാവും. പിന്നെ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സ്പേസും കൂടെ വേണം. അപ്പോഴാണ് DVRൻ്റെ വലിപ്പം കൂടുന്നത്. പക്ഷേ ഇവിടെ IC ബേസ്, അതായത് ഇംബിൾട്ടാണ്. ഇതിൻ്റെ മെമ്മറി എന്ന് പറയുന്നത് 512 GB ആണ്. 512 GB ആണ് ഇതിൻ്റെ മെമ്മറി പറയുന്നത്. ഏകദേശം 480 GB വരെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കിട്ടും. നമുക്ക് എളുപ്പത്തിന് എടുത്തു മാറ്റാൻ കഴിയുന്ന രീതിയിലാണ് CMOS ബാറ്ററി ചെയ്യുന്നത്. സാധാരണ ചില DVRൽ ഇംബിൾട്ടായിട്ട് വരും. പക്ഷേ ഇവിടെ ഒരു ഹോൾഡറൊക്കെ കൊടുത്തിട്ടാണ് CMOS ബാറ്ററി കൊടുത്തിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞൻ DVR അല്ലെങ്കിൽ ഹിക്വിഷൻ്റെ ഈ DVRനകത്തുള്ളത്. ഇതിൽ ഒരു പ്രത്യേകത എടുത്തു പറയാനുള്ളത്, സാധാരണ നമുക്ക് നോർമൽ DVR വാഹനങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയാറില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്ക് ഷേക്ക് ആയി കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് വരുന്നത് കൊണ്ടാണ് നോർമൽ DVR നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കാത്തത്. എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഒരു പ്ലസ് പോയിൻ്റായിട്ട് തോന്നിയത്, നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ഈ DVR നമുക്ക് വാഹനങ്ങളിൽ പ്ലേസ് ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. വാഹനങ്ങളിൽ നമുക്കിത് പ്ലേസ് ചെയ്യാൻ കഴിയും. സാധാരണ ഒരു മൊബൈൽ DVR വാങ്ങുന്നതിൻ്റെ 1/3 കോസ്റ്റേ വരത്തുള്ളൂ ഇതിന്. അപ്പോൾ അതാണ് ഇതിനകത്ത് കാണുന്ന ഒരു പ്രത്യേകത. കാരണം നമുക്ക് അഡീഷണൽ ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിലല്ലേ ഹാർഡ് ഡിസ്ക് ഷേക്കായിട്ട് കംപ്ലൈൻറ്റ് വരത്തുള്ളൂ. അപ്പോൾ ഇത് എല്ലാം IC ബേസ്ഡ് മെമ്മറി ആയതുകൊണ്ട് തന്നെ ഇത് ഷേക്ക് ആകുന്നത് കൊണ്ട് മെമ്മറി ലോസ് വരില്ല എന്നും ഇത് വാഹനങ്ങളിലും ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രത്യേകത. അതിന് യൂസ് ചെയ്ത് നോക്കണം എന്തെങ്കിലും ഫോൾട്ട് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. പിന്നെ കമ്പനി വാറണ്ടി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാധാരണ ഹിക്വിഷൻ പ്രൊവൈഡ് ചെയ്യുന്ന അതേ വാറണ്ടി തന്നെയാണ് ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ ഒരു കളറായിട്ടുണ്ട് സംഭവം. നല്ല ഭംഗിയുണ്ട്, വളരെ രസകരമായിട്ട് അത് ചെയ്തിട്ടുണ്ട് അല്ലേ. എന്ത് സിമ്പിളാന്ന് നോക്കിയേ, വളരെ രസകരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. 4MBയുടെ ക്യാമറ വരെ സപ്പോർട്ട് ചെയ്യും. പ്രത്യേകിച്ച് വേറെ സെറ്റിങ്സോ കാര്യങ്ങളോ കോൺഫിഗറേഷനോ ഒന്നുമില്ല. ഹാർഡ് ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻബിൽട്ട് തന്നെയാണ്. പ്രൈസ് വൈസ് നോക്കുമ്പോഴത്തേക്കും ഒരു ഹാർഡ് ഡിസ്കും ഒരു 4 ചാനൽ DVR ഒക്കെ വാങ്ങുന്ന ആ ഒരു പ്രൈസിന് അവൈലബിൾ ആവും. പ്രൈസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് കണ്ടപ്പോൾ വളരെ രസകരമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ സിമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഹൈലൈറ്റ് പ്രൊജക്റ്റ് ചെയ്ത് പറയാൻ മാത്രം പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. ഇത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇതിനകത്ത് ഹാർഡ് ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട, ഇതിനകത്ത് ESSD ടൈപ്പ് ഹാർഡ് ഡിസ്ക് ആണ്. അതായത് ഇൻബിൽട്ട് ഹാർഡ് ഡിസ്ക് വരുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ട് ബാക്കപ്പിലും വലിയ വ്യത്യാസമൊന്നും വരില്ല. 4 MP ക്യാമറ വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. നമ്മളിവൻ 2 MP ക്യാമറയാണ് കൊടുക്കുന്നതെങ്കിൽ, ഇൻബിൽട്ട് മൈക്കുള്ള ക്യാമറയാണെങ്കിൽ നമുക്ക് 4 പോർട്ടിൽ ഇൻബിൽട്ട് മൈക്കുള്ള ക്യാമറ കൊടുക്കാം. റെക്കോർഡിംഗ് എനേബിൾ ചെയ്ത് കൊടുക്കുക. മൈക്കുള്ള ക്യാമറയാണെന്നുണ്ടെങ്കിൽ റെക്കോർഡിംഗ് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട് അല്ലേ. വളരെ സിമ്പിളാണ്. അത് ഇത്രയും ചെറിയൊരു DVR എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്തത്. വളരെ രസകരമായിട്ട് തോന്നി. പിന്നെ ആഡ് ഓൺ ആയിട്ട് എനിക്കിതിൽ തോന്നിയ കാര്യം, അത് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അത് എത്രത്തോളം സക്സസ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ആഡ് ഓൺ ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം, മൊബൈൽ DVR ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, മൊബൈൽ DVR എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന ഹാർഡ് ഡിസ്ക് SSD ഹാർഡ് ഡിസ്ക് ആണ്. അപ്പോൾ ഹാർഡ് ഡിസ്കിന് ഷേക്കും കാര്യങ്ങളും ഉണ്ടാവില്ല. ഇത് ഇൻബിൽട്ട് ഹാർഡ് ഡിസ്ക് ആണ്. സോ അപ്പോൾ യാതൊരുവിധ ഏതൊരുവിധ ഷേക്കും വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇത് വാഹനങ്ങളിൽ ഉപയോഗിക്കാം. പിന്നെ വാഹനങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ പവറിൻ്റെ സ്റ്റെബിലിറ്റി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊഴിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഓഫീസിലും വീട്ടിലും വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു DVR ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വാഹനങ്ങളെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഹെവി വാഹനങ്ങളാണ്, ചെറിയ ലൈറ്റ് വാഹനങ്ങളല്ല. അപ്പോൾ വളരെ രസകരമായി തോന്നിയ കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് മറ്റുള്ള DVRൽ നിന്ന് എന്തുകൊണ്ടാണ് വ്യത്യസ്തമായിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക. കൂടുതലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓവറാൾ ഇതിനകത്തുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം നമ്മുടെ ടെക്നീഷ്യൻസിന്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ വീഡിയോ ഞാൻ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഇൻഡസ്ട്രിയിൽ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും പെട്ടെന്ന് ടെക്നോളജി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ പുതിയ ആൾക്കാരും അവരോടൊപ്പം എത്താൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.